ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഏറെ ബഹുമാനമുള്ള പഠിതാക്കളെ, ഒരു വിശാലമായ ഒരു ക്ലാസ്സിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. എനിക്ക് ശേഷം ഇൻഷാ അല്ലാഹ് ഷാഫി അൽ ഹിക്കമി ആ വിഷയത്തിൽ വിശദമായി കൊണ്ട് സംസാരിക്കും. മക്കൾ എന്നുള്ളത് നമ്മളൊക്കെ ഏറെ ആശങ്കയോടുകൂടെ നോക്കിക്കാണുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഈ പ്രശ്നങ്ങളെ മുഴുവൻ സമൂഹം നോക്കിക്കാണുന്നത് പുതിയ തലമുറ അങ്ങനെയാണ്. അതൊരു പുതിയ തലമുറയുടെ ഒരു പ്രശ്നമാണ്. അങ്ങനെ എല്ലാം ഒരു തലമുറയുടെ പ്രശ്നമാക്കി ഒതുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു തലമുറയുടെ പ്രശ്നമല്ല. ഓരോ കുട്ടിയും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്തെ വിദ്യാർത്ഥികൾക്ക് ഇതിലെ മുതിർന്ന ആളുകൾക്ക് അനുഭവിക്കേണ്ട സാഹചര്യമില്ലാത്ത പ്രതികൂലമായ സാഹചര്യങ്ങൾ അവരഭിമുഖീകരിക്കുന്നു. അവർ പഠിക്കുന്ന ക്യാമ്പസ്, അവരുടെ സിലബസ്, അവരുടെ കൂട്ടുകെട്ട്, അവരുടെ ചുറ്റുപാടുകൾ എല്ലാം പ്രതികൂലമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ അവരഭിമുഖീകരിക്കുന്ന വളരെ അപകടം നിറഞ്ഞ ഈ അവസ്ഥയിൽ രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മൾ മക്കളെ സഹായിക്കുകയാണ് വേണ്ടത്. ആ കുട്ടികളുടെ കൈപിടിക്കാനും അവരെ സഹായിക്കാനും അവരെ ഒരു ശരിയായ വഴിയിലേക്ക് നടത്താനുമുള്ള പരിശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അല്ലാതെ കുറ്റപ്പെടുത്തി തലമുറ അങ്ങനെയാണ്, അവർക്കൊന്നും തിരിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത്. ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം എന്നുള്ളത് നമ്മുടെ വീടകങ്ങളിൽ സ്നേഹമുണ്ടാവുക എന്നത് തന്നെയാണ്. പലപ്പോഴും ഇന്ന് കുടുംബങ്ങളിൽ നിന്ന് സ്നേഹം അകന്നുകൊണ്ടിരിക്കുന്നു. നമുക്കൊക്കെ സ്നേഹമുണ്ട്, പക്ഷേ സ്നേഹിക്കുന്നില്ല, സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പഠിക്കുമ്പോൾ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കുടുംബത്തിന് സമയം നൽകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസവും പ്രഭാത നമസ്കാരം കഴിഞ്ഞ് അദ്കാറുകൾക്ക് ശേഷം തൻ്റെ മുഴുവൻ ഇണകളുടെ അരികിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലും. അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കുടുംബങ്ങളെ സന്ദർശിക്കും. ഇശായിന് ശേഷം അന്ന് ആരുടെ വീട്ടിലാണോ താമസം അവിടേക്ക് തൻ്റെ കുടുംബത്തെ മുഴുവൻ വിളിച്ചു വരുത്തി ഒന്നിച്ചുപദേശങ്ങൾ നൽകും. ഒരു ദിവസത്തിൽ തന്നെ 3 സമയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റിവെച്ചത് കുടുംബത്തിനാണ്. പലപ്പോഴും ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്ന ഒരു സമയം പോലും ക്ലാസ് കഴിഞ്ഞ് വന്ന നമ്മുടെ മകന്റെ കൂടെ ഒന്നിരിക്കാൻ, മകളുടെ കൂടെ ഒന്നിരിക്കാൻ, അവരുടെ കഥകൾ കേൾക്കാൻ, അവരോട് സംസാരിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. അവരെ നമ്മൾ അറിയുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കാലഘട്ടത്തിൽ ഒരു കൊച്ചുകുട്ടി, അബു ഉമൈർ, ആ കുട്ടിക്കൊരു കിളിയുണ്ട്. ആ കിളി ചത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന ആ കുട്ടിയുടെ അരികിലിരുന്ന് അവന്റെ സങ്കടം മുഖത്തു നിന്ന് വായിക്കുന്ന യാ അബ ഉമൈർ മാ ഫഅലൻ നുഗൈർ, അബു ഉമൈർ നിന്റെ കിളിക്ക് എന്തു പറ്റി എന്ന സങ്കടം ചോദിക്കുന്ന ആ കുട്ടിയുടെ ലോകത്തേക്ക് ഇറങ്ങി വരുന്ന, ആ കുട്ടിയുടെ അരികിലിരിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയും. അപ്പൊ കുട്ടികളുടെ ലോകം എന്ന് പറഞ്ഞാൽ അവിടെ പക്ഷികളുണ്ട്, മത്സ്യങ്ങളുണ്ട്, ചെറിയ വീട് വെച്ചുകൊണ്ടുള്ള കളികളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അവരുടെ സന്തോഷങ്ങളാണ്. അത് പരിഗണിച്ച, അതറിഞ്ഞ, ആ സങ്കടത്തിൽ കൂടെ ചേർന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത് അവരെ സ്നേഹിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളുടെ കൂടെ സമയം ചിലവഴിച്ചത് നമുക്ക് കാണാൻ കഴിയും. ആ സ്നേഹപ്രകടനം, തൻ്റെ ഇണകളോടുള്ള സ്നേഹപ്രകടനം കണ്ടുകൊണ്ടാണ് മക്കൾ വളരുന്നത്. പലപ്പോഴും ഇന്ന് മുസ്ലിം വീടുകളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കിക്കുന്നത് മക്കൾ കാണുന്നുണ്ട്, തമ്മിൽ തല്ലുന്നത് കാണുന്നുണ്ട്, ഭർത്താവ് ഡോർ അടച്ചു പോകുന്നത് കാണുന്നുണ്ട്, ഭാര്യയുടെ ശബ്ദമുയരുന്നത് കാണുന്നുണ്ട്, പാത്രങ്ങൾ ഉടക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് കണ്ടുകൊണ്ട് മക്കൾ വളരുന്നില്ല.
നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, ഞാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒന്നിച്ചു കുളിക്കുമായിരുന്നു. ഞങ്ങൾ കുടിച്ച പാത്രത്തിൽ എവിടെയാണോ ചുണ്ടുവെച്ചത് അവിടെ ചുണ്ടുവെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിക്കുമായിരുന്നു. സൊഫി റളിയല്ലാഹു തആല അൻഹയുടെ കൈ പിടിച്ചുകൊണ്ട് രാത്രി കഥ പറഞ്ഞിരിക്കുന്ന പ്രവാചകനെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഭാര്യയുടെ മടിത്തട്ടിൽ തല വെച്ചുറങ്ങുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ സ്നേഹം പ്രകടിപ്പിക്കലുകൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകണം. അങ്ങനെ വീട്ടിൽ സ്നേഹമുണ്ടെങ്കിൽ, വീട്ടിൽ കളിചിരികൾ ഉണ്ടെങ്കിൽ, വീട്ടിൽ സന്തോഷമുണ്ട് എങ്കിൽ ആ വീട്ടിൽ പിന്നെ ഒരു അവിഹിതം കടന്നു വരികയില്ല. ആ വീട്ടിൽ ഡ്രഗ് ഉപയോഗിച്ചുകൊണ്ട് കയറി വരുന്ന ഒരു മകൻ ഉണ്ടാവുകയില്ല. മാത്രവുമല്ല, അവർക്ക് ഏറ്റവും അടിസ്ഥാനപരമെന്നുള്ളത് ദീന് നൽകുക എന്നതാണ്. വഅൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളുടെ നഫ്സിനെ, നിങ്ങളുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് അല്ലിമൂഹും വഅദ്ദിബൂഹും, അവർക്ക് ഇൽമു നൽകണം, അദബ് നൽകണം എന്നതാണ്. അപ്പോൾ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്ലാമിക ഇൽമ് കൈമാറുക, ഇസ്ലാമികമായ അദബ് കൈമാറുക. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മൾ അതിന്റെ ഭാഗമായിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ പദ്ധതികൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാവരും പ്രശ്നങ്ങളെ പറ്റിയാണ് പറയുന്നത്. കഴിഞ്ഞ റമദാനിൽ ഏറ്റവും അധികം നമ്മൾ ചർച്ച ചെയ്തത് കുട്ടികളുടെ പ്രശ്നങ്ങളാണ്. ഒരു കുടുംബത്തിൽ 5 പേരെ കൊല്ലുന്നു. SSLC കഴിഞ്ഞ് നമ്മുടെ ഗവൺമെന്റ് സർക്കുലർ അയച്ചിരിക്കുകയാണ്, രക്ഷിതാക്കൾ വന്നിട്ട് കുട്ടികളെ കൊണ്ടുപോകണം. അഥവാ SSLC കഴിഞ്ഞ കുട്ടികൾ അവര് ഒരു കോഴ്സ് പൂർത്തിയാക്കി പോകുമ്പോൾ ഭരണകൂടം പേടിക്കുന്നു, നാട്ടുകാർ പേടിക്കുന്നു, പരസ്പരം തമ്മിൽ തല്ലുമോ, പരസ്പരം അടിച്ച് രക്തം ചിന്തുമോ എന്നു പേടിക്കുന്ന ഒരവസ്ഥയിലേക്ക്, കൂട്ടം കൂടി ആക്രമിക്കുന്ന ലഹരി. പിന്നെ ഈ അടുത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു അനുഭവം പറഞ്ഞു. രാത്രി ഒരു ഉമ്മ പേടിച്ച് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ. പോലീസുകാര് ചെന്ന് നോക്കുമ്പോൾ പുറത്തു പഠിക്കുന്ന മകൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ വീട്ടിൽ മകൻ എത്തിയപ്പോൾ ഉമ്മ പേടിക്കാൻ. അപ്പൊ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന അവസ്ഥ, വീടിന്റെ പുറകുഭാഗത്ത് ഒരു കുഴി കുഴിച്ച് ആ കുഴിയിൽ ഈ കുട്ടി കിടക്കാണ്. രാസലഹരി അടിച്ച് കയറ്റിയിട്ട് മനുഷ്യനാണ് എന്ന് പോലും മറന്ന് നായയും പട്ടിയും ഒക്കെ കുഴി കുടിക്കുന്നത് പോലെ മണ്ണിൽ ഒരു കുഴി കുടിച്ച് ആ കുഴിയിൽ കിടന്നുറങ്ങാണ് അവന്. അപ്പൊ എവിടെയാണ് നമ്മൾ കുട്ടികൾ എത്തി നിൽക്കുന്നത്? എത്ര അപകടം നിറഞ്ഞ സാഹചര്യത്തിലാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരിഹാരം കണ്ടെത്തണം. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു തലമുറ ഇത്രയും വലിയ അപകടത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ചില മതപരമായ ബാധ്യതകളുണ്ട്. നമ്മൾ നസീഹത്തുള്ളവരാണ്. അദ്ദീനു അൻ നസീഹ, ദീൻ എന്ന് പറഞ്ഞാൽ നസീഹത്താണ്. അത് ആമത്തുന്നാസിനോടുണ്ട്, മുസ്ലിം പൊതുജനത്തോടുണ്ട്. ആ മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമാണ് നമ്മുടെ കുട്ടികൾ എന്നുള്ളത്. ആ കുട്ടികളോട് നമുക്ക് ഗുണകാംക്ഷയുണ്ട്. അവരെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരിക, ദീനിലേക്ക് കൊണ്ടുവരിക എന്നത് നമ്മുടെ മതപരമായ ബാധ്യതയാണ്. ഇത് ആർക്കെങ്കിലും വേണ്ടിയിട്ടുള്ള പണിയല്ല, നമുക്ക് കൂടെ വേണ്ടിയുള്ള പണിയാണ്. കാരണം ഈ കുട്ടികൾ വളർന്നു വരുന്ന ആ തലമുറയിലാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മക്കൾക്ക് വളരാനുള്ളത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി കൂടെയാണ് ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പണിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാ 6-ാം തീയതി അഥവാ നാളെ സൊല്യൂഷൻ എന്ന പേരിൽ ഒരു എക്സിബിഷൻ, വൈജ്ഞാനിക പ്രദർശനം നമ്മൾ തുടങ്ങാനിരിക്കുകയാണ്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പരിഹാരം. ബോധപൂർവമാണ് ആ പേര് വെച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് ആശങ്കകളുണ്ട്. കുട്ടികളുടെ ലഹരി, അവരുടെ ഡിപ്രഷൻ, അവരുടെ അഡിക്ഷൻ, കൊലപാതകങ്ങൾ, പോൺ അഡിക്ഷൻ, ഒരുപാട് പ്രതിസന്ധികളിലൂടെ ആ കുട്ടികൾ കടന്നു പോവുകയാണ്. കുടുംബസമേതം നമുക്ക് വന്ന് പങ്കെടുക്കാൻ കഴിയുന്ന വൈജ്ഞാനിക പ്രദർശനമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഈ അവധിക്കാലത്ത് പല സ്ഥലങ്ങളിലേക്കും ട്രിപ്പ് പോകാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ബീച്ചിലേക്ക് നമ്മൾ കുടുംബസമേതം പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പോയിരുന്നിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് കുടുംബസമേതം വന്ന് നമ്മുടെ വീട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ, ഇത് കുട്ടികൾക്ക് മാത്രമുള്ളതല്ല, കുടുംബസമേതം പങ്കെടുക്കാനുള്ള പ്രോഗ്രാമുകളാണ്. ഇസ്ലാമിനെ ഏറ്റവും മനോഹരമായി പരിചയപ്പെടുത്തുന്ന പുതിയ കാലഘട്ടത്തിലെ ദഅവ പദ്ധതിയാണ് സൊല്യൂഷൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഈ ഗ്രൂപ്പിൽ 295 ആളുകളുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബസമേതം ഈ പ്രോഗ്രാമുകളിലേക്ക് എത്തണം. 6-ാം തീയതി മുതൽ 10-ാം തീയതി വരെയാണ് നമുക്ക് എക്സിബിഷന് സൗകര്യമുള്ളത്. വൈകുന്നേരം 4 മണി മുതൽ 10 മണി വരെയാണ് നമ്മളതിന് സൗകര്യം കണ്ടിട്ടുള്ളത്. ഒരു വലിയ ഒരു സാമ്പത്തിക ചെലവ് നമുക്കതിലുണ്ട്. നമുക്ക് കഴിയുന്ന രൂപത്തിൽ ഇത്തരം നന്മകളിൽ നമ്മൾ പങ്കാളികളാകണം. പല വിഷയങ്ങളിൽ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്.
1 രൂപയാണ് നൽകുന്നത് എങ്കിലും എത്രയാണ് നൽകുന്നത് എന്നതല്ലല്ലോ, അതിൽ എത്രത്തോളം ഇഖ്ലാസിന്റെ തൂക്കമുണ്ട് എന്നതാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ദഅവ പദ്ധതിയാണ്. ഒരു 40 ലക്ഷത്തിലധികം വരുന്ന രൂപ നമുക്ക് സൊല്യൂഷന് മാത്രം നമ്മുടെ മുന്നിൽ ചെലവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഷാ അല്ലാ നമുക്ക് പിന്നെ നമ്മുടെ സമ്മേളനം, വിദ്യാർത്ഥികളുടെ സമ്മേളനം 11-ാം തീയതി നടക്കാനിരിക്കുകയാണ്. 10,000-കണക്കിന് വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടി അവർക്ക് ഇസ്ലാമിന്റെ സന്ദേശം, അവർക്ക് തൗഹീദ് കൈമാറുന്ന, അവർക്ക് ഇസ്ലാമിന്റെ ഇസ്സത്ത് കൈമാറുന്ന ആ സംഗമം, അതും വലിയൊരു സാമ്പത്തികമായ ബാധ്യത നമ്മുടെ മുന്നിലുള്ളതാണ്. ഇൻഷാ അല്ലാ ഇതിൽ പല രൂപത്തിൽ സഹകരിക്കാൻ കഴിവുള്ളവരുണ്ട്. നമുക്ക് എങ്ങനെയാണോ നൽകാൻ കഴിയുന്നത്, നമുക്കൊരു ബദറില്ല, നമുക്കൊരു ഉഹദില്ല, നമുക്കൊരു ഖന്തക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഇത്തരം ത്യാഗങ്ങൾ തന്നെയാണുള്ളത്. ഇപ്പൊ പെരിന്തൽമണ്ണയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ സ്ഥാപനങ്ങളിൽ നമ്മുടെ കുട്ടികൾ ഇരിക്കാൻ, അവിടെ നഗരിയിൽ, സമ്മേളന നഗരിയിൽ ഇന്ന് രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ടുള്ള വർക്കുകൾ വിസ്ഡം സ്റ്റുഡൻസിന്റെ ഭാരവാഹികൾ, പ്രവർത്തകന്മാർ, 10 വയസ്സുള്ള 9 വയസ്സുള്ള ചെറിയ കുട്ടികളടക്കം കുടുംബസമേതം വന്ന് സൊല്യൂഷന്റെ ആ നഗരിയിൽ അവർ ഫ്ലെക്സുകൾ ഒട്ടിക്കുന്നു, പന്തലുകൾ ഒരുക്കുന്നു, അതുപോലെ തന്നെ മണ്ണ് പാകപ്പെടുത്തുന്നു, പിന്നെ അവിടെ അതിനാവശ്യമായ ലോഡ് വഹിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ സജീവമായി നമ്മുടെ കുട്ടികൾ പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങളെ മാത്രമാണ് കാണുന്നത്. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് ദിവസങ്ങളോളമായി ഉറക്കമൊഴിച്ചിരിക്കുന്ന, ദിവസങ്ങളോളമായി ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന, ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് 1 മാസത്തിലധികം ഈ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി ഇവിടെ പെരിന്തൽമണ്ണ വന്നിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ പിറകിലുണ്ട്. നമ്മൾ അവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളെ പോലെ തന്നെ ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിനോട് അവർക്ക് ഖൈറിന് വേണ്ടി നമ്മൾ ചോദിക്കണം. അതോടൊപ്പം നമുക്ക് എന്താണോ ഇത്തരം നന്മയിൽ നൽകാൻ കഴിയുന്നത്, അത് കഴിയുന്ന രൂപത്തിൽ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ സംസാരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാ ഷാഫി അൽ ഹിക്കമി അതിന്റെ പ്രാധാന്യവും മറ്റു കാര്യങ്ങളും എല്ലാം സംസാരത്തിൽ ഉൾക്കൊള്ളിക്കും. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ, നമുക്ക് എളുപ്പം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم. والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ നേരറിവ് കൂട്ടായ്മയിലെ പഠിതാക്കളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിച്ച് മരിക്കാൻ നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് ആ രീതിയിൽ ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിദ്യാർത്ഥി സമൂഹവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിലുള്ള ആശങ്കയും അതുപോലെ തന്നെ അതിൻ്റെ പരിഹാരങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് വിസ്ഡം സ്റ്റുഡൻസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അർഷദ് അൽ ഹിക്കമി അല്പനേരം നമ്മളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു തുടർച്ച എന്നോണം ചില കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഡോക്ടർ ഒരു അനുഭവം പറയുന്നത് ഈ ഒരു അടുത്ത് ഒരു വീഡിയോയിൽ കേൾക്കാനിടയായി. ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. അവര് ഹോസ്പിറ്റലിൽ കാത്തിരിക്കുന്ന സമയത്ത് അവരുടെ തൊട്ടടുത്തൊരു വളരെ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടി, ഒരു പുതിയ വിവാഹ ജീവിതത്തിലേക്ക് കടന്ന ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ സ്ത്രീ ആ കുട്ടിയോട് ചോദിച്ചു, നീ എന്തിനാണ് വന്നിട്ടുള്ളത്? അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു എന്നാണ്, വർഷങ്ങൾ അതല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് കുറച്ചു വർഷമായി, കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞുണ്ടാകാൻ അതുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നാണ്. അപ്പോ ഈ ഉമ്മ ഈ പെൺകുട്ടിയോട് പറയാൻ, മോളെ,
ഞാനിവിടെ വന്നത് എൻ്റെ ഗർഭപാത്രം എടുത്ത് കളയാനാണ്. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് 3 മക്കളുണ്ടായി. ആ 3 മക്കൾ മുഖേന എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സമാധാനവും കിട്ടിയിട്ടില്ല. ആ 3 മക്കൾ മുഖേന ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ സന്തോഷിച്ചിട്ടില്ല. ആ 3 മക്കൾ ജനിച്ചതിന് ശേഷം എൻ്റെ തല കുനിച്ച് സമൂഹത്തിൽ നടക്കുകയല്ലാതെ അഭിമാനത്തോടു കൂടി ഇതെന്റെ മക്കളാണെന്ന് പറയാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് മക്കളില്ലാതിരിക്കലാണ് ഒരുപക്ഷെ ഹൈറ് എന്ന് ആ ഉമ്മ പറഞ്ഞു എന്നാണ്. ആ ചിന്ത തെറ്റാണ്. പക്ഷെ നമ്മളവിടെ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് ഇങ്ങനെ ആയിത്തീരുന്നു. മക്കൾ എന്ന് പറയുന്നതിനെ വേണ്ട എന്നതല്ലെങ്കിൽ മക്കൾ എന്ന് പറയുന്നത് ഒരു വലിയ പേടിയായി, ഒരു ഭീതിയായി, ഒരു ദുഃഖമായി മാറുന്ന ഒരു കാലം നമ്മളിവിടെ അനുഭവിക്കുമ്പോൾ എന്താണ് അങ്ങനെ ആവുന്നത് എന്ന് നമ്മൾ പഠിക്കണം. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. അതിൽ ഒന്നാമത്തത് റഹ്മത്ത് എന്ന. മക്കള് റഹ്മത്താണ്. ആലോചിച്ച് നോക്കൂ, മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു കൊടുത്ത റഹ്മത്തുമായി ബന്ധപ്പെട്ട സംസാരം എന്നാണ്. എന്താണ് ആ റഹ്മത്ത്? സക്കരിയ നബിക്ക് അള്ളാഹു കൊടുത്ത മകനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സക്കരിയ നബിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത യഹ്യ എന്ന മകനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് റഹ്മത്ത് എന്നാണ്. അപ്പൊ മക്കള് റഹ്മത്താണ്, കാരുണ്യമാണ്. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞു മക്കള് ഹിബയാണ്, സമ്മാനമാണ്. യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ ദുകൂർ വയുസവ്വിജുഹും ദുക്റാനൻ വഇനാസ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ചിലർക്ക് ആൺകുട്ടികളെ നൽകും, ചിലർക്ക് പെൺകുട്ടികളെ നൽകും, ചിലർക്ക് ആണും പെണ്ണും മിക്സ് ആക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഹിബ എന്നാണ് അവിടെ പ്രയോഗിച്ചത്. സമ്മാനമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ തരുന്നത്. നോക്കൂ നിങ്ങൾ, അതേ രൂപത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് നമുക്കൊരു അലങ്കാരമാണ്, സീനത്താണ്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ഈ ദുനിയാവിന്റെ ഒരു അലങ്കാരം, അതാണ് നമ്മുടെ മക്കൾ. ഒരു അലങ്കാരമാണ്, ഒരു ഭംഗിയാണ്. പിന്നെയോ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അവർ കൺകുളിർമയാണെന്നാണ്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയുൻ. കൺകുളിർമയാവണം മക്കൾ. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ ഉടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മക്കൾ എന്ന് പറയുന്നത് നമുക്ക് കൺകുളിർമയാണ്, നമുക്ക് സമ്മാനമാണ്, നമുക്ക് അലങ്കാരമാണ് എന്നൊക്കെയാണ്. പക്ഷേ ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നുണ്ടോ? ഇതിലൊക്കെ ഉമ്മമാരുണ്ടാവും, ഉപ്പമാര് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ മക്കൾ നമുക്ക് ഈ പറയപ്പെട്ട ലക്ഷ്യങ്ങളാണ് ആയിട്ടുണ്ടോ? എൻ്റെ മക്കൾ, എൻ്റെ മകൻ, എൻ്റെ മകൾ എനിക്ക് കാരുണ്യമാണ് എന്ന് പറയാൻ, മനസ്സറിഞ്ഞു പറയാൻ എത്ര ഉമ്മമാർക്ക് പറ്റും? എൻ്റെ മകൻ, എൻ്റെ മകൾ എനിക്ക് സമ്മാനമാണ്. ഒരു സമ്മാനം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയേറെ അല്ലെ പ്രതീക്ഷയിൽ നമ്മൾ വാങ്ങി വെക്കുന്നതാണ്. എൻ്റെ മകൻ, എൻ്റെ മകൾ എനിക്ക് സമ്മാനമായിട്ട് ഇന്നും അതുപോലെ തന്നെയാണെന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് എത്ര പേർക്ക് കഴിയും? എൻ്റെ മകൻ, എൻ്റെ മകൾ എനിക്ക് കൺകുളിർമയാണ്. അത് നമുക്ക് പ്രസവിച്ച് കിട്ടിയ സമയത്ത് ആ മൃദുലമായ തൊലിപ്പുറവും അല്ലെ ചെറിയ കൈകളും ആ കുഞ്ഞി കാലുകളും ഒക്കെ കണ്ട് കൺകുളിർമയടയലല്ല. തൊട്ടിലിൽ കിടക്കുന്ന പ്രായം മുതൽ നമ്മുടെ കുട്ടി വലുതായി അവന് പേരക്കുട്ടി ഉണ്ടായാലും പ്രിയപ്പെട്ടവരെ അവൻ നമുക്ക് കൺകുളിർമയാവണം. അത്ര പ്രായം ചെന്ന എത്ര വയസ്സായ മക്കളാണെങ്കിലും ഒരു ഉമ്മാക്ക് കൺകുളിർമയാവണം. നമുക്ക് അങ്ങനെ നമ്മുടെ കുട്ടികൾ കൺകുളിർമയായിട്ടുണ്ടോ? അപ്പൊ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു പിഴവ് പലർക്കും സംഭവിച്ചു പോകുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളെ നാം നൽകേണ്ട ബാധ്യതകൾ പൂർണ്ണമായി നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവർക്ക് നൽകേണ്ട പരിപൂർണമായ ചില കാര്യങ്ങൾ, ബാധ്യതകളുണ്ട്.
മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അർറജുലു റാഇൻ ഫി അഹ്ലിഹി, ഒരു പുരുഷൻ അദ്ദേഹത്തിന്റെ വീട്ടിലെ ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്തമുള്ള ആളാണ്. വഹുവ മസ്ഊലുൻ അൻഹും, അവരെ സംബന്ധിച്ച് ആ ഗൃഹനാഥൻ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതിഹി സൗജിഹാ, ഒരു പെണ്ണ് ആ വീട്ടിലെ അഥവാ ഭർത്താവിന്റെ വീടിന്റെ ബാധ്യതയുള്ളവളാണ്, അവൾ ചോദ്യം ചെയ്യപ്പെടും. അതിനോട് ചേർത്ത് റസൂല് പറഞ്ഞു വവലദിഹി, ആ ഭർത്താവിന്റെ മക്കളെ കുറിച്ചും പരലോകത്ത് അവളോട് ചോദ്യം ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ നമ്മുടെ മക്കളെ കുറിച്ച് ഉമ്മമാരോട് പ്രത്യേകിച്ച് പടച്ചോന്റെ ഒരു ചോദ്യം ഉണ്ടെന്നുള്ളതാണ്. ഫകൈഫ നദുന്നു ബിൽ അബ്നാഇ ഖൈറ ഇദാ നശഉ ഫീ ഖൈലിനിൽ ജാഹിലാത്തി എന്നൊരു അറബി കവിയുണ്ട്. ഒരു അറബി കവിത നമുക്ക് വായിക്കാൻ കഴിയും. എങ്ങനെയാണ് വിഡ്ഢികളായ സ്ത്രീകളുടെ മടിയിൽ വളർന്നു വന്ന മക്കളിൽ എന്ത് ഖൈറാണ് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തമുള്ള ആളുകളോട് അള്ളാഹു ഏൽപ്പിക്കുന്ന ഒരു വലിയ അമാനത്തുണ്ട്. ഉപ്പയോടും ഉമ്മയോടും അള്ളാഹു ഏൽപ്പിക്കുന്ന ഒരു വലിയ അമാനത്തുണ്ട്. അതെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സത്യവിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണം. അലി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള പ്രഗൽഭരായ സ്വഹാബത്ത് പറയുന്നുണ്ട്, അല്ലിമൂഹും വഅദ്ദിബൂഹും, നിങ്ങളെ മക്കളെ ദീനു പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്ത് അവരെ നിങ്ങൾ മര്യാദകൾ, ഇസ്ലാമിന്റെ മര്യാദകൾ പഠിപ്പിച്ചു കൊടുത്ത് നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ്. ഒരു ഉമ്മാന്റെ ഉപ്പാന്റെ ബാധ്യതയാണ് എന്ത്? നമ്മളെ കുട്ടികളെ സ്വർഗത്തേക്ക് എത്തിക്കുക എന്നുള്ളത്. അത് നമ്മൾ നിർവഹിക്കണം. എല്ലാ കുട്ടികളും സ്വർഗത്ത് പോകോ? അതിനൊരു ഉറപ്പില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്തിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അം കുൻതും ശുഹദാ ഇദ് ഹളറ യഅഖൂബ് അൽ മൗത്ത്, യാക്കൂബ് നബിയുടെ മരണ നേരത്ത് നിങ്ങൾ സാക്ഷികളായിരുന്നു. എന്താ യാക്കൂബ് നബിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറഞ്ഞത്? യാക്കൂബ് നബി മരിക്കാൻ സമയത്ത് തന്റെ മക്കളെയൊക്കെ വിളിച്ചിട്ട് ചോദിക്കാൻ, മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കി. മരിക്കാൻ കിടക്കുമ്പോൾ ഒരു ബാപ്പാന്റെ ബേജാർ എന്താ? എന്റെ മക്കൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആരോടാണ് അവർ പ്രാർത്ഥിക്കുക? അവരുടെ ആദർശം എന്തായി പോകും എന്ന ബേജാറാണ്. ആലോചിച്ച് നോക്കൂ. ഈ ഒരു ബേജാറ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടായിട്ടുണ്ടോ? നമ്മുടെ മക്കളുടെ ആദർശത്തിന്റെ വിഷയത്തിൽ, നമ്മളുടെ മക്കളുടെ സംസ്കാരത്തിന്റെ വിഷയത്തിൽ, നമ്മളുടെ മക്കളുടെ കൂട്ടുകെട്ടിന്റെ വിഷയത്തിൽ? അത് ഗൗരവത്തോടു കൂടി ഈ കാര്യങ്ങൾ നമ്മളൊന്നും നോക്കി കണ്ടിട്ടില്ലെങ്കിൽ പരലോകത്ത് ഒന്നാമത് അള്ളാഹു ചോദിക്കുക മാതാപിതാക്കളോടാണ്. എന്തുണ്ടായി? നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നൽകേണ്ടത് എത്ര നൽകി? അതിനുശേഷം രണ്ടാമതാണ് കുട്ടികളോട് ചോദിക്കുക. ഈ ബാപ്പിമ്മയും കൃത്യമായിട്ട് അച്ചടക്കത്തിൽ വളർത്തി എന്നിട്ടും നിങ്ങൾക്ക് അതിനെ കൊണ്ടടക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മക്കളോട് അള്ളാഹുവിന്റെ ചോദ്യം ഉണ്ടാവുന്നതാണ്. ഷെയ്ഖ് അബ്ദുർ റസാഖുൽ ബദർ ഹഫിദുല്ല അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ വിശദമായി ഇത് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ദീർഘനേരം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മീറ്റിംഗിൽ നിന്നാണ് ഇറങ്ങി വന്നിട്ടുള്ളത്. ഇത് തന്നെ നമുക്ക് ധാരാളം. നമ്മുടെ മക്കൾ എന്തിനാണ് എന്ന ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റണം. പുതിയ കാലം എത്രമേൽ ഭീകരമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഗെയിം കിട്ടാത്തതിന്റെ പേരിൽ ഉമ്മാന്റെ കഴുത്തിറക്കുക. 14 വയസ്സുള്ള കുട്ടി ഉമ്മയുടെ കഴുത്തിറക്കുക. കത്തി ഉപയോഗിച്ച് ഉമ്മയുടെ കഴുത്തിറത്തു, അല്ലെ? അറബിക് ദീനിയായ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പോയ കുട്ടികൾ പോലും പിന്നീട് വഴിതെറ്റിപ്പോയിട്ട്, അല്ലെ, ഉമ്മാക്ക് വീട്ടിൽ കടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ. വെറുതെ ഈ നിക്കാബൊക്കെ ഇട്ട ഒരു സ്ത്രീ വന്നിട്ട് സോഷ്യൽ മീഡിയക്ക് മുമ്പിൽ കരയുന്ന ചിത്രം നമ്മളൊന്നും മറന്നിട്ടുണ്ടാവില്ല. എന്തിന്റെ പേരിൽ?
വീട്ടിലേക്ക് മകൻ വരുന്നത് പേടിച്ചിട്ട്, മകൻ വന്ന് ഉമ്മയെ ശാരീരികമായി പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ പേരിൽ ആരാ കരയുന്നത്? നമ്മുടെ തലമുറയിലെ നല്ല ഉമ്മമാരാണ്. പ്രിയപ്പെട്ടവരെ, അവരെ നല്ല നിലക്ക് വളർത്താൻ ശ്രമിച്ചിട്ട് പോലും എന്ത് ചെയ്യുന്നു? ഇത്തരം ഭീകരമായ സാഹചര്യങ്ങളിലേക്ക് പെട്ടുപോകുന്നു. അതുകൊണ്ട് നല്ലൊരു ജാഗ്രത നമുക്ക് ഇവിടെ ഇല്ലെങ്കിൽ വളരെ അപകടകരമാണ് കാലം. ഓൺലൈൻ ലഹരിയാണ് സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ ലഹരിയുടെ ഒരു ഭീകരത ഈ അടുത്ത് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന്റെ സംസാരം കേൾക്കാൻ കഴിഞ്ഞു. അതിൽ പറയുന്നത്, ഇപ്പൊ നമ്മള് ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരു സാധനം ഓർഡർ ചെയ്താൽ അല്ലെ, അവിടുന്ന് വിളിച്ചു പറയുമല്ലോ ഡെലിവറിന്റെ സമയമായി, വീട് ഏതാണ്, അപ്പൊ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. ഇതുപോലെ ലഹരി നമ്മുടെ മക്കളിലേക്ക് എത്തുന്നുണ്ട്. എത്ര സിമ്പിൾ ആയിട്ടെന്നറിയോ? മൊബൈലിലൂടെ അവനും അത് വാങ്ങുന്നു. അതിന്റെ വിൽക്കുന്ന ആള് ഇവനെ വിളിച്ചിട്ട് പറയാണ്, ഞാനിത് ഇന്ന സ്ഥലത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യാണ്? ഗൂഗിൾ മാപ്പിൽ അത് അയച്ചു കൊടുക്കാൻ, ലൊക്കേഷൻ, കറണ്ട് ലൊക്കേഷൻ അയച്ചു കൊടുത്ത് അവൻ അപ്പൊ ജീപ്പേ ചെയ്യും. അങ്ങനെ ആ സാധനം അവൻ വാങ്ങും. ഇവൻ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ ഉമ്മ എവിടുക്കാന്ന് പോയി, ഒന്നുമില്ല, ഞാൻ ഇവിടെ പുറത്തേക്കൊന്ന് പോയിട്ട് ഇപ്പൊ വരാം. പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഏതോ ഒരു പാടത്തിലോ ഏതോ ഒരു ഭാഗത്തോ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ലഹരി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവനത്, കാരണം ലൊക്കേഷൻ ഉണ്ടല്ലോ, ലൊക്കേഷൻ നോക്കിപ്പോയി അത് എടുത്തിട്ട് പോക്കറ്റിലിട്ട് വീട്ടിൽ വന്ന് അത് ഉപയോഗിച്ച് കടന്നുറങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഭീകരമാണ്, എത്ര ഭീകരമാണ്. പഠനങ്ങൾ പറയുന്നത് ഈ ലഹരി ഉപയോഗിക്കുന്നതിൽ 40% പെൺകുട്ടികളാണ്. 40% പെൺകുട്ടികളാണെന്നുള്ളതാണ്. ലഹരി ഉപയോഗിക്കുന്നവരിൽ അധികവും, അതിൻ്റെ ഒരു മുഴുവൻ ശതമാനം എടുത്താൽ അതിൻ്റെ ഒരു 50%-ലധികം വരുന്നത് 30 വയസ്സിന് താഴെയുള്ള ആളുകളാണെന്നാണ്. 30 വയസ്സിന് താഴെയുള്ള ആളുകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മുടെ മക്കളൊന്നും നിർഭയരല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവരെ നമുക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി രക്ഷപ്പെടുത്താൻ, അതാണ് ഉമ്മ എന്ന് പറഞ്ഞ. സാധാരണ പറയാറുള്ളൊരു ഹദീസാണല്ലോ, ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗം എന്ന്. ഹദീസ് ദുർബലമാണ്, പക്ഷെ അതിന്റെ ആശയവുമായി ബന്ധപ്പെട്ട് ചില പണ്ഡിതന്മാര് പറയുന്നത് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മയുടെ കാലിനൊരു പിഴവ് പറ്റിയാൽ, ഉമ്മാന്റെ നിയന്ത്രണത്തിനൊരു പിഴവ് പറ്റിയാൽ കുട്ടിന്റെ സ്വർഗം പോകുന്നുള്ളതാണ്. അപ്പൊ ഉമ്മ, ഒരു കുട്ടി എന്ത് കാണുന്നു എന്നുള്ളത് ഉമ്മക്ക് അറിയണം. അതിന് ഉമ്മ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ആവണം. ഉമ്മ അപ്ഡേറ്റ് ആവണം. കുട്ടി മൊബൈലാ, അവൻ എന്തൊക്കെയാ യൂസ് ചെയ്യണ്ട, അവൻ എന്തൊക്കെയാ തോണ്ടുണ്ട്, എന്താണെന്ന് ഞാനൊന്നും അറിയില്ല, ഞാനൊന്നും നോക്കിയിട്ടില്ല. അങ്ങനല്ല, നമ്മൾ പഠിക്കണം. അതിന്റെ അർത്ഥം എല്ലാവരും സ്മാർട്ട് മോഡ് എടുത്തിട്ട് കുത്തിയിരുന്ന് പുതിയ എല്ലാം പഠിച്ചുണ്ടാക്കണം എന്നല്ല. പക്ഷെ നമുക്ക് ഒരു പാരന്റ് എന്ന രീതിയിൽ എന്തെല്ലാം അറിഞ്ഞിരിക്കണോ അതൊക്കെ നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ പ്രശ്നമാണ്. കാലം അത്രമേൽ അപകടമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ രീതിയിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്തു പഠിക്കുക? പാരന്റിങ് പഠിക്കുക. നമ്മുടെ കുട്ടി എന്ത് കാണുന്നു? പലപ്പോഴും നമ്മുടെ പരാതി എന്താ? കുട്ടി 6 മണിക്കൂർ ഫോൺ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് സമയവും ഫോണിലാണ്. പക്ഷെ ഈ ഏത് സമയവും ഫോണിലാണെന്ന് നമ്മൾ പറയണുള്ളൂ. അവൻ എന്താ കാണുന്നെന്നുള്ളത് നമ്മൾ നോക്കണ്ടോ? അവൻ ആരോടാണ് ചാറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടോ? അവൾ എന്താ കാണുന്നത്? കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ഒരു പെൺകുട്ടിയുടെ, ഹിജാബൊക്കെ ഇട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വീഡിയോ അയച്ചു. എന്താ വീഡിയോയിലുള്ളതെന്ന് വെച്ചാല്, ഈ പെൺകുട്ടി 2 ബോക്സ് ആയിട്ടാണ് ആ വീഡിയോ ഉള്ളത്. ആദ്യത്തിലുള്ളത് ഒരു ഹിജാബൊക്കെ ഇട്ടൊരു പെൺകുട്ടി, അവളൊരു മോഡേൺ വസ്ത്രം ധരിക്കാൻ വേണ്ടി നിൽക്കണം. അപ്പൊ നിൽക്കുമ്പോ തൊട്ടിപ്പുറത്തൊരു കോളത്തിൽ ഒരു റൈറ്റപ്പ് വന്നു. എന്താ റൈറ്റപ്പ് എന്ന് വെച്ചാല്, അതിൽ കൊടുത്തിട്ടുള്ളത്, നാട്ടുകാരെന്താ ചിന്തിക്കുക, ഞാനിപ്പോ ഈ വസ്ത്രം ഇട്ടാല്, ഫാഷൻ ഡ്രസ്സാണ്, കാരണം അരക്കൈ അതുപോലെ തന്നെ ശരീരത്തിന്റെ സൗന്ദര്യമൊക്കെ പുറത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സാണ്. ഒരു മുസ്ലിം പെൺകുട്ടീന്റെ രൂപമാണ് അതിൽ കാണിക്കുന്നത്. അപ്പോ തൊട്ടിപ്പുറത്തൊരു കമന്റ് ആണ്. എന്താ കമന്റിലുള്ളത്? ഞാനിപ്പോ ഇത് ഇട്ടാല് നാട്ടുകാരെന്താ വിചാരിക്കുക? എന്റെ കുടുംബം വളരെ നല്ലൊരു കുടുംബമല്ലേ, അപ്പൊ നാട്ടുകാരെന്ത് വിചാരിക്കും എന്നൊരു ക്യാപ്ഷൻ അപ്പുറത്ത് കൊടുത്തു. എന്നിട്ട് തൊട്ട് താഴെ ആ പെൺകുട്ടിയുടെ തന്നെ മോഡൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവളിങ്ങനെ നടക്കുന്ന ഒരു വീഡിയോ. നാട്ടിൽ എന്തെങ്കിലും വിചാരിച്ചോട്ടെ, നമ്മൾക്ക് നമ്മുടെ സ്വാതന്ത്ര്യം.
ഇത് റീലായി വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിലൂടെ നമ്മുടെ മക്കൾ ഇത് കണ്ടാൽ എന്തുണ്ടാവാൻ പോകുന്നത്? ഒരു ചിന്താഗതിയെ തന്നെ തിരിച്ചാണ്, ഒരു ചിന്താഗതിയെ തന്നെ മാറ്റുകയാണ്. എന്താണ് ചിന്താഗതി? അല്ലെ, ഒരു പെൺകുട്ടി ഇപ്പോ ഒരു അരക്കൈയുള്ള കുപ്പായം അതല്ലെങ്കിൽ ശരീരത്തിന്റെ സൗന്ദര്യം പുറത്ത് കാണുന്ന രീതിയിലുള്ള ഒരു വസ്ത്രം ഇടുമ്പോ ഒരു മാന്യമായി ജീവിക്കുന്നതല്ലെങ്കിൽ കുറച്ചൊക്കെ നമ്മുടെ കുടുംബത്തെ ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾ ചിന്തിക്കുന്നത് എന്താ? ഞാൻ അങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ പാടില്ല, എന്റെ കുടുംബത്തിന് മോശമാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇടാൻ പാടില്ലല്ലോ കാരണം നാട്ടുകാരെന്താ വിചാരിക്കാന്നാണ്. അങ്ങനെ ഒരു ലജ്ജ എന്ന് പറയുന്ന ഒരു സാധനം അതില്ലാതെയാക്കാനുള്ള ശ്രമമാണ്. ഇതൊരു ഉദാഹരണം മാത്രമാണ്, ഇഷ്ടംപോലെ കാര്യങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ ഉറങ്ങിയാൽ വലിയ അപകടം ഇതിൽ നമുക്ക് ഉണ്ടായിത്തീരും. അതിന് ഒരു പരിഹാരമായി കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് കേരള വിദ്യാർത്ഥി സമ്മേളനം പെരിന്തൽമണ്ണയിൽ വെച്ച് മെയ് 11-ാം തീയതി നടക്കാനിരിക്കുന്നത്. നമ്മുടെ 8ാം ക്ലാസ് മുതൽ PG തലം വരെയുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. മാസങ്ങളായി, വർഷങ്ങളായി ഇതിന്റെ പുറകിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവർത്തകർ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തകർക്കെല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് സുഹൃത്തുക്കളെ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുക. ഒരു സുഹൃത്ത് പറഞ്ഞത് ഇപ്പൊ സുബഹ് നിസ്കാരമൊക്കെ ഇശ പോലെയാണെന്നാണ്. എന്നുവെച്ചാൽ അത്രയും സമയം ഉറക്കമൊഴിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ ഇപ്പോ അല്ലെ ഉറക്കത്തോട് അടുക്കുന്ന സമയത്തുള്ള നമ്മൾ നിസ്കാരം ഏതാ? ഇശാണ്. എന്നാൽ അവര്, പ്രിയപ്പെട്ടവരെ, ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന ആളുകൾ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചു മീറ്റിംഗ് കൂടി എങ്ങനെയാണ് നമ്മളെ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരിക? കാരണം ഈ കുട്ടികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളത് ചെറിയൊരു ടാസ്ക് അല്ല. അതിനുവേണ്ടി ആലോചിക്കാൻ എങ്ങനെ എല്ലാ കുട്ടികളെയും ഇങ്ങോട്ട് എത്തിക്കാം. പ്രിയപ്പെട്ടവരെ, ആർക്കു വേണ്ടിയിട്ടാണ്? നമ്മുടെ എല്ലാ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന, നമ്മുടെ അറിവിലുള്ള 8ാം ക്ലാസ് മുതൽ PG തലത്തിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും, ഇതിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾക്ക് ആ പ്രായത്തിലുള്ള മക്കൾ ആരൊക്കെയുണ്ടോ അവരെ എല്ലാവരെയും അവിടെ എത്തിക്കുക എന്നത്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഒരു ബാധ്യതയായി നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ഈ പ്രായമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെയും അവിടേക്ക് എത്തിക്കാനുള്ള ഒരു പദ്ധതി നമ്മൾ കാണുക. ഏത് ജില്ലയിലാണെങ്കിലും ഏത് ശാഖയിലാണെങ്കിലും അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വാഹനം, ബസ്സുകൾ പുറപ്പെട്ടു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുള്ള വിസ്റ്റം സ്റ്റുഡൻസിന്റെ ഒരു പ്രവർത്തകനെ വിളിച്ചിട്ട്, അതല്ലെങ്കിൽ നമ്മുടെ പോസ്റ്ററുകളിലൊക്കെ നമ്പറുകൾ കാണും, ആ നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് എന്റെ കുട്ടീനെ ഇങ്ങോട്ടേക്ക് വിടണമെന്നുണ്ട്, അപ്പൊ ഏത് ബസ്സിലാണ് ഞാൻ കയറ്റേണ്ടതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അതിനുള്ള ലൊക്കേഷനും കാര്യങ്ങളും നമ്മുടെ പ്രവർത്തകന്മാരെ നമുക്ക് പറഞ്ഞുതരും. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ നിർബന്ധമായും നമുക്ക് വേണ്ടിയിട്ടാണ്, വേറെ ആർക്കും വേണ്ടിയല്ല. അവിടെ ആ ഒരു പെരിന്തൽമണ്ണയിലെ വലിയൊരു പറമ്പ്, അത് ആര് വന്നിട്ടില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമില്ല. എന്ന് വെച്ചാല് അള്ളാഹുവിന് വേണ്ടി നല്ല ഇഖ്ലാസോട് കൂടി ഇറങ്ങി, ഇനി ആരും വന്നിട്ടില്ലെങ്കിൽ എന്തില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. വരാത്തവർക്കാണ് നഷ്ടം. അപ്പൊ അത് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ട് ആ ഒരു പ്രോഗ്രാമിൽ പോയി കഴിഞ്ഞാൽ, പ്രോഫ്കോണിലൊക്കെ നമ്മൾ വളണ്ടിയറായി നിന്നിട്ടുണ്ട്. ആ പ്രോഫ്കോണിലേക്ക് മദ്യക്കുപ്പിയുമായി വന്ന കുട്ടികൾ പ്രോഫ്കോൺ കഴിഞ്ഞു പോകുമ്പോൾ ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഇറങ്ങാണ്, എന്നിട്ട് കുപ്പിയെടുത്ത് വലിച്ചെറിയ. ചിലരൊക്കെ വന്നിട്ട് എൻ്റെ ഉമ്മാനോടൊക്കെ മാപ്പ് പറയണം, ഉമ്മാനോട് എനിക്ക് മാപ്പ് പറയണം, നിങ്ങൾ ഒന്ന് അനുവദിക്കണം എന്നാണ്. ഹാരിസ് കായക്കൊടിയുടെ പേരൻസുമായി ബന്ധപ്പെട്ടൊരു സംസാരം കേട്ടപ്പോൾ ഒരു കുട്ടി വന്ന് പറയാണ്. നമ്മളൊന്ന് ആലോചിച്ചു. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ നമുക്ക് കിട്ടാനാണ് ഈ ഒരു സമ്മേളനം. അതുകൊണ്ട് എനിക്ക് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്, നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ പറഞ്ഞയക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പേരൻസിന് വരാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. കഴിയുന്നവരൊക്കെ ആ ഒരു സമ്മേളനത്തിന്റെ ഭാഗമാവുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനയാണല്ലോ ഇതിൽ വളരെ പ്രധാനം. നമ്മുടെ കാലാവസ്ഥ ഒരു മാറി മറിയുന്ന അവസ്ഥയാണ്. എപ്പോഴാണ് മഴ പെയ്യാന്നൊന്നും നമുക്ക് അറിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ 11-ാം തീയതിക്കുള്ള ഈ ഒരു പ്രോഗ്രാമിൽ കാലാവസ്ഥക്ക് അനുകൂലമായി കിട്ടി നല്ലൊരു അന്തരീക്ഷത്തിൽ ഇത് ഭംഗിയായി നടത്തി തരാൻ നമ്മളെ പ്രാർത്ഥന, അതിനേക്കാൾ വലിയൊരു ആയുധമല്ലല്ലോ.
എത്ര പരിശ്രമത്തെക്കാൾ വലുതാണ് പ്രാർത്ഥന, അതൊരു സംശയമില്ലല്ലോ. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ആയുധമാണ് പ്രാർത്ഥന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉമ്മയെ കഴുത്തറുത്ത് കൊന്ന് ക്യാൻസർ ബാധിതയായ ഉമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം എനിക്ക് ജന്മം തന്നതിന്റെ പേരിലാണ് ഈ സമ്മാനം എന്ന് പറഞ്ഞൊരു കുട്ടി ആഷിഖിന്റെ കഥ നമ്മൾ വായിച്ചു. പെറ്റുമ്മയെ ഒരു ഷോള് കൊണ്ട് കഴുത്ത് നെരിച്ചു കൊല്ലാൻ ശ്രമിച്ച് പിന്നീട് വലിയ ചുറ്റിക കൊണ്ട് തലക്കൾ നിരന്തരമായി അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച അഫാന്റെ കഥ നമ്മൾ വായിച്ചു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരുപാട് കഥകൾ. 6 വയസ്സുള്ള പിഞ്ചു ബാലനെ ചാമ്പക്ക തരാന്ന് പറഞ്ഞ് കബളിപ്പിച്ച് ആ കുട്ടി പിന്നാലെ പോകുന്ന വീഡിയോ നമ്മൾ കാണാൻ ഒന്ന് ആലോചിച്ചു നോക്കൂ. അവര് അവസാനം ജീവനു വേണ്ടി ആ കുട്ടി കയറി വരുമ്പോ ആ കുട്ടിയെ വീണ്ടും വെള്ളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി കൊന്ന ആ മനുഷ്യൻ ലഹരിയുടെ പടപ്പാണ്. സഹോദരങ്ങളെ, 2 വയസ്സുള്ള കുട്ടിയെ മൃഗീയമായി പീഡിപ്പിക്കാൻ 15 വയസ്സുകാരിയെ സഹപാഠികൾ പീഡിപ്പിക്കുന്നത് 11 വയസ്സുകാരനാണ് വീഡിയോ പകർത്തുന്നത്. 11 വയസ്സുകാരൻ തോണിയൊക്കെ ഉണ്ടാക്കി വിട്ടിരുന്ന പ്രായം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലഹരി എന്ന മഹാവിപത്ത് നമ്മുടെ വിദ്യാർത്ഥികളെ ഒന്നടങ്കം ഇത്തിൽ കണ്ണി പോലെ പിടിച്ച് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾക്ക് ചെയ്യാനുള്ളത് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ നടത്തുന്ന വിസ്ഡം സ്റ്റുഡൻസിനെ പോലെ യഥാർത്ഥ അഹ്ലുസുന്നയുടെ ആദർശവുമായി യഥാർത്ഥ നന്മകൾ, ഒരു ഭാഗത്ത് മ്യൂസിക്കിനെ നന്മ എന്ന് പഠിപ്പിച്ചു കൊടുത്ത് ഇത് തിന്മയാണെന്ന് പറയല്ല, എന്ത് അള്ളി റസൂലും എന്തൊക്കെ ഹറാമാണെന്ന് പറഞ്ഞോ അതൊക്കെ ഹറാമാണെന്ന് തന്നെ പറയണം. അല്ലാണ്ട് അഡ്ജസ്റ്റിലൂടെ നിങ്ങൾ എന്തിനാ ലഹരിക്ക് പോയിട്ട് നിങ്ങൾ മ്യൂസിക് എടുത്തോളി, അതൊരു ലഹരിയല്ലേ എന്നാണ് ചില ആളുകൾ. അങ്ങനൊന്നുമില്ല. ഇസ്ലാം എന്തൊക്കെ നിഷിദ്ധാക്കിയിട്ടുണ്ടോ അതൊക്കെ ഒരു മടിയില്ലാതെ പറയാം. അതാണ് വിസ്ഡം സ്റ്റുഡൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഒരു പ്രാർത്ഥന എന്നത് ഇതിന് പ്രധാനമാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ തഹജ്ജുദിലും നിങ്ങളുടെ സുജൂദുകളിലുമൊക്കെ ഈ ഒരു സമ്മേളനം മനോഹരമായി ഒരുപാട് കുട്ടികൾക്ക് മാറ്റമുണ്ടാവാൻ, പ്രണയ കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, ലഹരിയിൽ നിന്ന് രക്ഷപ്പെടാൻ, ഒരുപാട് മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളെ തിരിച്ചു നൽകുന്ന ഒരു സമ്മേളനമാക്കി മാറ്റാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്താൻ. അപ്പോ ഒന്നാമത് പങ്കാളിത്തത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. 2ാമത് പ്രാർത്ഥനയാണ്. 3ാമത്തെ കാര്യം വലിയ സാമ്പത്തിക ബാധ്യത. നമുക്കറിയാലോ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യം. ഇവിടെ അർഷദ് അൽ ഹിക്കമി സംസാരിച്ചു സൊല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. അപ്പോ ആ എക്സിബിഷൻ നടക്കണമെങ്കിൽ തന്നെ വലിയൊരു എമൗണ്ട് ആവശ്യമാണ്. ഈ സമ്മേളനം അത് നടക്കണമെങ്കിൽ 30,000 വിദ്യാർത്ഥികളൊക്കെ കണ്ട് വലിയൊരു ക്രൗഡ് നമുക്ക് വരും. അപ്പൊ ആ വിദ്യാർത്ഥികളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? അവർക്ക് പ്രശ്നങ്ങളില്ലാത്ത രൂപത്തിൽ മാനേജ് ചെയ്യണം. ഒരു വേദി എല്ലാം പാടെ നമുക്ക് വലിയൊരു ചെലവുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ, പ്രത്യേകിച്ച് നേരറിവ് കൂട്ടായ്മയിൽ നിന്ന് എല്ലാ രംഗത്തേക്കും, പള്ളിയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിലേക്കും ഒക്കെ അൽഹംദുലില്ലാ നല്ലൊരു വിഹിതം കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ നമ്മുടെ ഒരു നന്മയോടുള്ള താല്പര്യം തന്നെയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ ത്വൽഹാ റളിയല്ലാഹു തആല അൻഹു ഒരിക്കല് അദ്ദേഹം വീട്ടിലിങ്ങനെ നിരാശനായി കുത്തിരിക്കാൻ. അപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് ത്വൽഹാ റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മ്ലാനമൂകരായിരിക്കുന്നത്? വല്ലാത്ത നിരാശയാണല്ലോ, എന്തുപറ്റി? ആ സമയത്ത് ത്വൽഹാ റളിയല്ലാഹു പറയുന്നുണ്ട്, എനിക്കൊരുപാട് സമ്പത്ത് ഇന്ന് കിട്ടി, ഇന്നത്തെ കച്ചവടം വല്ലാത്ത ലാഭമായി, ധാരാളം സമ്പത്ത് വീട്ടിലുണ്ട്, ഇത് ഞാൻ പടച്ചോന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് സംഘടന. അപ്പോ ത്വൽഹാ റളിയല്ലാഹുവിന്റെ ഭാര്യ പറഞ്ഞു, എന്തിന് നിങ്ങൾ ബേജാറാവണം? നമ്മുടെ മദീനയിൽ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, അവർക്ക് നമുക്കിത് ദാനമായി നൽകാമെന്നാണ്. സഹോദരങ്ങളെ, ദീനിന് ആവശ്യമുള്ള സമയത്ത് സ്വതക്ക കൊടുക്കാൻ നമുക്ക് പറ്റണം. വലിയ വരൾച്ച വന്ന സമയത്ത് സ്വഹാബത്തിനൊന്നും വെള്ളം കിട്ടാൻ മാർഗമില്ലാതെ പൈസ കൊടുത്ത് വെള്ളം കുടിക്കുന്നൊരവസ്ഥ, അധ്വാനിച്ച് വെള്ളം കുടിക്കുന്ന, അഥവാ ജോലി ചെയ്ത്, എന്തിനു ജോലി ചെയ്യുന്നത്? ഒരു തുള്ളി വെള്ളം കിട്ടാൻ. അങ്ങനെ അധ്വാനിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റൂമാ കിണർ ആരാണോ വാങ്ങി മുസ്ലിമീങ്ങൾക്ക് ദാനം ചെയ്യുന്നത് അവർക്ക് സ്വർഗമുണ്ട്. അപ്പോഴാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു റൂമാ കിണർ വാങ്ങിയിട്ട് ദാനം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സ്വതക്കയുടെ അനിവാര്യത, ആളുകൾക്ക് ആ സ്വതക്കയുടെ അനിവാര്യതയുള്ളപ്പോൾ നമ്മൾ സ്വതക്ക കൊടുക്കുന്നത് ഒന്നുകൂടെ
മഹത്വമുള്ള കാര്യമാണ്. അതുകൊണ്ട് കേരള സ്റ്റുഡൻസ് കോൺഫറൻസിലെ നിങ്ങൾക്ക് പല രീതിയിൽ സഹായിക്കാൻ പറ്റും. ഒന്നതിന്റെ വളണ്ടിയേഴ്സായി പോകാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ സഹായിക്കാം. അതുപോലെ തന്നെ പങ്കാളിത്തത്തിന്റെ വിഷയത്തിൽ സഹായിക്കാം, സാമ്പത്തികമായി സഹായിക്കാം. അതിലെല്ലാം ഉപരി എല്ലാവർക്കും സഹായിക്കാൻ പറ്റുന്ന ഒന്നാണ് പ്രാർത്ഥന കൊണ്ട്. ഈ 4-5 രീതിയിലെല്ലാം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു സമ്മേളനത്തെ ഇതിന്റെ ഒരു കൂട്ടായ്മയുടെ വലിപ്പം കാണിക്കാനൊന്നുമല്ല, മറിച്ച് വരും തലമുറ അവരെ രക്ഷപ്പെടുത്തണം. നമ്മുടെ പള്ളികളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മുടെ മക്കൾ വളരുന്ന ഈ സമൂഹത്തിൽ നന്മയുടെ മനസ്സുള്ള മക്കളെ നിർമ്മിക്കുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവണമെന്ന് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ ഒരു കൂടിയിരുത്തം പരലോകത്ത് നമുക്ക് ഏറ്റവും ഉപകരിക്കുന്ന ഒന്നാക്കി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മെയ് 11-ാം തീയതിയും അതുപോലെ തന്നെ നാളെ മുതൽ ആരംഭിക്കുന്ന സൊല്യൂഷൻ എന്ന എക്സിബിഷനും എല്ലാം ഏറ്റവും നല്ല രൂപത്തിൽ ഭംഗിയായി ഉദ്ദേശം എന്താണോ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് ആ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി